ഇടതുപക്ഷ ജനാധിപത്യ കോർപ്പറേഷൻ തല കമ്മിറ്റി ഇന്ന് ചേർന്നിരുന്നു. റിപ്പോർട്ടുണ്ടായ വലിയങ്ങാടിയിലെ കെട്ടിട അപകടത്തെ തുടർന്ന് 4 പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ സംഭവത്തിൽ ദുഃഖവും അവരുടെ വേർപാടുകൾ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ദാരുണമായിട്ടുള്ള സംഭവത്തെ വളരെ വൈകാരികമായും രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടും കൂടി BJP UDF നടത്തിയിട്ടുള്ള ചില ദുഷ്പ്രചാര വേലയെ തുറന്നു കാണിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ വലിയങ്ങാടിയിലെ കെട്ടിടം, അവിടെ ഉണ്ടായ അപകടം, ആ അപകടം നടന്ന സന്ദർഭത്തിൽ കോഴിക്കോട്ട് ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളൊക്കെ കണ്ടവരാണ് മാധ്യമ സുഹൃത്തുക്കളും നമ്മളെല്ലാവരും. കഴിഞ്ഞ ദിവസം വലിയങ്ങാടിയില് അപകടം നടന്ന് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം BJPയുടെ നേതൃത്വത്തിൽ സംഭവ സ്ഥലത്ത് തന്നെ പ്രതിഷേധം നടത്തുന്ന സംഭവം വിഷയങ്ങളെ മനസ്സിലാക്കാനോ അവിടെ ഉണ്ടായ സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുക എന്നതിന് പകരം സംഭവം നടന്ന സ്ഥലത്ത്, ദുരിതം നടന്ന സ്ഥലത്ത് തന്നെ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മളൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു സമര രൂപമാണ്. BJPയുടെ ഈ സമര രൂപത്തെ മത്സരത്തോടെ തന്നെയാണ് UDF ഏറ്റെടുത്തത്. ആരാണ് മുന്നിൽ, ഈ വിഷയത്തിൽ ആരാണ് മുന്നിൽ എന്ന് കാണിക്കാൻ. BJP UDF പിന്നീട് കാണിച്ച സംഭവങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലും പുറത്തു വന്നിട്ടുള്ളതാണ്. 4 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം നടന്ന ഉടനെ ബഹുമാനപ്പെട്ട മേയറും ഡെപ്യൂട്ടി മേയറും ഭരണാധികാരികളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സംഭവ സ്ഥലത്തും ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും തുടർന്ന് ബോഡി ഇൻക്വസ്റ്റ് നടത്താനും ഒരു അസാധാരണ സംഭവം എന്ന നിലക്ക് ബഹുമാനപ്പെട്ട കളക്ടറോടും സർക്കാരിന്റെ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മേയറുടെ നേതൃത്വത്തിൽ അന്ന് തന്നെ 3 ബോഡിയും വൈകിട്ടാണെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തി വിട്ടുകെട്ടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഈ പ്രവർത്തനങ്ങളോടൊന്നും സഹകരിക്കാതെ എന്താണ് അന്ന് നടന്നത് എന്ന് ഒരു ബോഡി അടുത്ത ദിവസമാണ്. കോഴിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ സമരരൂപം എങ്ങനെയാണ്, പ്രതിഷേധങ്ങളാവാം, ഒക്കെയാവും. അത് ഈ സംഭവങ്ങളുടെ എല്ലാം ഒരു ഘട്ടം കഴിഞ്ഞ് നടത്തേണ്ട കാര്യങ്ങളാണ്. ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളും മറ്റു കാര്യങ്ങളും പറയുന്നത്. അപ്പൊ അന്ന് എന്നോട് ഓഫീസിൽ നടന്ന സംഭവങ്ങൾ മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ വന്നു അങ്ങേറ്റം അപലപനീയമായിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് BJP UDF മത്സരിച്ച് നടത്തിയിട്ടുള്ളത്. പിന്നീട് മാധ്യമങ്ങളിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല ഈ സംഭവത്തിനെന്തോ നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്നും എന്തോ കുറ്റകരമായ അനാസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് ഈ സംഭവത്തെ തിരിച്ചുകൊണ്ടത്. ബഹുമാനപ്പെട്ട മേയർ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കെട്ടിടം എന്തോ അനധികൃതമായി പ്രവർത്തിക്കുന്നു, പൊളിച്ചു മാറ്റാനായി ഒരു നിമിഷം പോലും നിർത്താൻ പറ്റാത്ത രീതിയിൽ കെട്ടിടം പൊളിച്ചു നീക്കേണ്ടതാണ് ഈ കെട്ടിടമെന്നും അങ്ങനെയുള്ള കെട്ടിടത്തിൽ വ്യാപാരികളെ അവിടെ തുടരാൻ അനുവദിക്കുന്നതുകൊണ്ടുണ്ടായ അപകടമാണ് എന്ന് വരുത്തി തീർത്ത് ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയ ഉദ്ദേശത്തോടെ നഗരസഭയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രചാരവേലയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരിക്കുന്നത്. ഇതിലൊന്നും ഇത്തരം വലിയ തുക നൽകാറില്ലെങ്കിലും ഈ മരണത്തെ തുടർന്ന് നഗരസഭയുടെ പരിമിതി കാത്തുകൊണ്ട് ഇവിടെ ദുരിതാശ്വാസ സഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വേഗത്തിൽ കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാകണം. ഇവരുടെ ആശ്രിതർക്ക് ജോലി നൽകാൻ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് LDF ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം സർക്കാരിന്റെ മുന്നിലേക്ക് ഈ കുടുംബങ്ങൾക്ക് കൂടുതൽ ധനസഹായം നൽകാൻ ആവശ്യമായ തീരുമാനങ്ങളും കോർപ്പറേഷന് മുൻകൈയോടെ സർക്കാരിന്റെ പിന്തുണയോടെ
കൂടുതൽ ഈ കുടുംബങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാകണം. എല്ലാ കെട്ടിടങ്ങളുടെയും പരിശോധന പൂർത്തിയാക്കി അപകടാവസ്ഥയിലുള്ള സ്വകാര്യ കെട്ടിടങ്ങൾ അടക്കമുള്ള ഇതിലുള്ള ജീവൻ അപകടം ആയിരിക്കുന്ന പരിശോധനയ്ക്ക് വിധേയമാക്കി നടപടി സ്വീകരിച്ചു പോകണമെന്നുള്ളതാണ് LDF ആവശ്യപ്പെടുന്നത്. ഈ ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന BJP UDF സമരാഭാസത്തിനെതിരായി വലിയ ബഹുജന കൂട്ടായ്മ നാളെ കോഴിക്കോട്ട് സംഘടിപ്പിക്കാൻ വേണ്ടി LDF തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ കോഴിക്കോട് ബീച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന BJP UDF സഖ്യത്തിനെതിരായി ബഹുജന കൂട്ടായ്മ LDF നേതൃത്വത്തിൽ നാളെ 7:30 കോഴിക്കോട് ബീച്ചിൽ നഗര കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് നടക്കുകയാണ്. അതുകൊണ്ട് ദുരന്തം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. DPR തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരുന്നു. ആ സ്ഥാനത്ത് വലിയങ്ങാടിയോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ഒരു ബഡ്ജറ്റിൽ 2 വർഷം മുമ്പ് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു ഒരു സ്പൈസസ് മ്യൂസിയവും സ്പൈസസ് ടവറും. അത് ആ DPR ഡിസൈൻ അംഗീകരിച്ചു. അപ്പൊ ഡിസൈൻ അംഗീകരിച്ചാൽ കെട്ടിടം ആദ്യമേ പൊളിച്ചു വേണമെങ്കിൽ വെക്കാം. പക്ഷേ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു വെക്കുമ്പോൾ ഇപ്പോ പുതുതായി എടുത്ത കെട്ടിടങ്ങളിലേക്ക് തന്നെ ചില കെട്ടിടങ്ങളിൽ നിന്നും വ്യാപാരികൾ മാറുന്നതിന് നടക്കുന്ന വിവാദങ്ങളും പ്രശ്നങ്ങളും നമുക്ക്. അപ്പോ ടാഗോർ പോലുള്ള സംഗതി കരാറിലേക്ക് ടെൻഡറിലേക്ക് പോകുന്നതിന് മുമ്പേ അതവിടെ അപകടത്തിലാവണമെന്നുള്ളത് പൊളിച്ചു. ഇത് വേണമെങ്കിൽ പൊളിക്കാം. അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് നഗരസഭ പോയിട്ടില്ല. ഇപ്പൊ ഇവരൊക്കെ എങ്ങോട്ട് പുനഃവസിപ്പിക്കുമെന്നുള്ള സംവിധാനങ്ങളും വ്യാപാരികളുടെ ഭാഗത്തുണ്ടാകും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടന്നില്ല. അതിലേക്ക് കടക്കുന്ന ഘട്ടത്തിലേക്കാണ്. ഇത്തരം ഒരു അപകടകരമായ സ്ഥിതി നമ്മുടെ ആരുടെയും മുമ്പിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഒരു വസ്തുതയാണ്. പുതിയ ലൈസൻസ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ ലൈസൻസ് അല്ല, നേരത്തെയുള്ള വ്യാപാരികൾക്ക് അവർ എക്സ്റ്റൻഷനായി കൊടുത്തിരിക്കുക. പുതിയത് ഈ DPR അംഗീകരിച്ചതിന് ശേഷം പുതിയ ഒഴിഞ്ഞു കിടക്കുന്നവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല.